വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗിന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാധനങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഉള്ളത് ബാഗാണ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് കളർ, പിങ്ക്, പേസ്റ്റൽ പിങ്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മെറൂൺ കളറൊക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗോൾഡ് മെറൂൺ ആൻഡ് പേസ്റ്റൽ പിങ്ക്സ് മിക്സ് ആയിട്ടുള്ള കളറാണ് ഇത് കേട്ടോ. ഇത് ഏത് കമ്പനി എന്ന് വെച്ചാൽ ജീനി എന്നാണ് ഇതിന് മുകളിലുള്ളത്. ഇതിൻ്റെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയൊരു പൗച്ച് ഉണ്ട് ഗൈസ് ഇതിൻ്റെ കൂടെ, പൈസ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ട് പൗച്ച്. പിന്നെ ഇതിൽ 3 പാർട്സ് ആയിട്ടാണ് ഇതിലുള്ളത്, കള്ളികൾ. ഫസ്റ്റ് പാർട്ടിൽ 3 സ്പേസസ് ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ അതേപോലെ സ്പേഷ്യസ് ഒക്കെ തന്നെയുണ്ട്. പിന്നെ തേർഡ് പാർട്ടിൽ പിന്നെയും ഒരു സ്പേഷ്യസ്, 2 സ്പേഷ്യസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഇങ്ങനെ ചെറിയ പൗച്ച് നമുക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം നമുക്കിങ്ങനെ ഹാങ് ഒക്കെ ചെയ്യാം. ഇതേപോലെ നമുക്ക് ഊരുവും ചെയ്യാം ഹാങ് ചെയ്തത്. പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഈ സ്ഥലത്ത് ഇതിങ്ങനെ ഹാങ് ചെയ്യാം. പക്ഷെ അത് ഇച്ചിരി ബോറാവും. സോ നമുക്ക് ഇവിടെ തന്നെ ഇടാം, ഇവിടെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ഈ ചെറിയ ഗോൾഡ് ഇങ്ങനത്തെ സിബുകളിലൊക്കെ ഗോൾഡൻ വർക്ക്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് സിബിലും ഒരു ആൻറ്റീക്ക് ഗോൾഡ് ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സിബുകളുടെ ഇതിൻ്റെ ഒക്കെ ഈ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, സെമി ക്ലോത്ത് തന്നെ. ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. നമ്മുടെ മാലയുടെ ഒക്കെ കുളത്ത് പോലെയാണ് ഇതുള്ളത്. സെക്കൻഡ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ മിൽക്കിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വർഷം വരെ ഞാൻ സ്റ്റീലിൻ്റെ ബോട്ടിലുകളാണ് യൂസ് ചെയ്തത്. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് പ്ലാസ്റ്റിക് മേടിച്ച് തരാറേ ഇല്ല. അപ്പോൾ എനിക്കൊരാഗ്രഹം, പക്ഷെ കളറുള്ളൊന്നും മേടിച്ച് തരാറില്ല കേട്ടോ. ഓൺലി സ്റ്റീലിൻ്റെ ഇതില്ലേ, അത് മാത്രമാണ് എനിക്ക് മേടിച്ച് തരാറ്. സോ ഇപ്രാവശ്യം ഞാൻ കാറ്റിന് കാല് മേടിച്ച് സ്റ്റീൽ തന്നെയാണ്, ബട്ട് പുറത്ത് കളറുള്ളത് മേടിച്ചു. മിൽട്ടൻ്റെ ബോട്ടിലാണ്. നമുക്ക് ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട്, കീ ചെയിൻ പോലത്തെ ഒരു സംഭവം. ഇവിടെയും പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ മൂടിയുടെ ഒരു മൂടിയിൽ പ്ലാസ്റ്റിക് ആണ്, അകത്ത് ഇതേ സ്റ്റീലുമാണ്. അപ്പം ഇത് നമുക്ക് നെക്സ്റ്റ് സാധനത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിസാനിൻ്റെ ഒരു നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ലഞ്ച് ബോക്സ് കുറച്ച് അധികം വലുതാണ്, കുറച്ച് ലെങ്ത് ഉണ്ട് അതിന്. സോ അതിങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഈ കിറ്റ് എടുക്കുമ്പോൾ എനിക്ക് എന്തോ ആണ്. സോ ഞാൻ ബാഗ് ഇട്ടിട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള സാധനം, അത്രയൊന്നുമില്ല, ഒരു ഇത്രയുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള സാധനം ബാഗിലിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കൊണ്ട് കഴിയാത്തതുകൊണ്ട് അത് ഇല്ല. സോ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊന്ന് മേടിച്ചു. ഇതാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഫുഡും കഴിക്കാൻ കഴിയില്ല. ഇത് ചെറുതാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലൊരു ഇതുണ്ട്, ഇങ്ങനൊരു അറയും കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് വറവ്, കറി അങ്ങനത്തെ വെക്കാം. പിന്നെ ഇതാ ഇത് എത്ര പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 390 rupees ഉണ്ട് ഇതിന്. ഇതൊക്കെ നമ്മൾ റിയലിന് മേടിച്ചാണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു സ്നാക്സ് ബോക്സ് ആണ്. ഇത് ഗ്ലാസ് പോലെ ഉണ്ടെങ്കിൽ ഇത് ഗ്ലാസ് അല്ല, ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. ഇതിനുള്ള സ്നാക്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രസമുണ്ടാകും. പ്രത്യേകിച്ച് വർണ്ണശലഭമായ സ്നാക്സ് ആണെങ്കിൽ ഇത് നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. 4 സൈഡിലും ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റുന്നതാണ്. നല്ല രസമാണ്. മാത്രമല്ല ഇതിനൊരു പ്രശ്നമുണ്ട്, നമ്മൾ എന്താ കൊണ്ടുവരുന്നതെന്ന് ഇവർ കാണും, അതാണ് പ്രശ്നം. നമുക്ക് ഒളിപ്പിച്ച് തന്നണം, പക്ഷെ അത് പറ്റത്തില്ല. ഇതിന് ഒന്നിനും
180 റുപ്പീസാണ് ഗൈസ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുള്ളത് ഒരു സ്റ്റിക്കി നോട്ടാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ക്ലാസ്സുകൾ മാത്സിലൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ ഷെയ്ഡ്സ് ഒക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കൊണ്ടൊക്കെ വരും. മാത്രമല്ല ഇപ്പോൾ ഓരോ സ്ഥലത്ത് എന്താ ഇമ്പോർട്ടൻറ്റ് അതൊക്കെ ഞാൻ ഇതിലാണ് യൂസ് ചെയ്യുക. ഇത് നല്ലൊരു അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിത് യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി 55 റുപ്പീസാണ് ഇതിന്. സോ എക്സ്പെൻസീവ് ഗൈസ്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫാബർ കാസ്റ്റലിൻ്റെ നമ്മുടെ 12 കളേഴ്സ് വരുന്ന വന്ന 12 കളേഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു റോള് 12 ഇവിടെ 12 അങ്ങനെ വെച്ചാൽ 24 കളേഴ്സാണ് ഇതിൽ വരുന്നത്. ഒരു സ്റ്റിക്കിൽ 2 കളേഴ്സ് അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല കളർ പെൻസിലാണ്. ഈ നമ്മുടെ സ്കൂളിലെ കളർ പെൻസിൽ ഓൺലി അലൗഡ്. സോ അതുകൊണ്ട് കളർ പെൻസിലാണ് വാങ്ങാറ് നമ്മൾ. ഇതിന് എത്രയാണ് 150 റുപ്പീസാണ് ഇതിനും വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണോ മാക്സിൻ്റെ ഗ്ലോ പെന്നാണ്. ഗ്ലോ പെന്ന് ഇതേപോലെ നമ്മൾ കുറച്ച് നേരം ലൈറ്റിൽ കാണിച്ചിട്ട് ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഇത് ലൈറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. നല്ലതാണ്, നല്ല സൂപ്പർ സ്മൂത്താണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജെറ്റ് ഇൻ ടെക്നോളജിയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഗൈസ്. സോറി, പ്രീമിയം മാറ്റ് ഫിനിഷ് ബോഡിയുമാണ് ഇതിന്. ഇതിൻ്റെ ഇതിന് 10 രൂപയാണ്. അപ്പോൾ ഇതിൽ 10 എണ്ണം ഉള്ളതുകൊണ്ട് ഇതിൽ 100ആണ്. ഇതിൽ ഞാൻ ഒന്ന് എൻ്റെ അനിയന് കൊടുത്തിരിക്കുന്നു. സോ ഇതിൽ 9 എണ്ണേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഒരു ചെറിയ നോട്ട് പാഡാണ്. ഇതിലെ തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഫ് ലൈഫ് ഗീവ്സ് യു ലെമൺ മേക്ക് ലെമൺ. നല്ല തോട്ടാണ്. എനിക്ക് മറവി ഇച്ചിരി കൂടുതലാണ്. ഇപ്പോൾ ഒരു എക്സാം ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒരാഴ്ച പഠിക്കാണ്ട് പോയി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ചെറിയ നോട്ട് പാഡ് ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുക. ഇനി തോട്ട് ഫോർ ദ ഡേ, സ്പീച്ച് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ എന്താണ് പറയുന്നത് അത് ഇവിടെ എഴുതി വെക്കാം. കറക്റ്റായിട്ട് എഴുതി വെക്കാം. ചെറിയൊരു നോട്ട് പാഡ്. ഇതെൻ്റെ എൻ്റെ കയ്യിൽ എപ്പോൾ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മുടെ ക്രിയേറ്റീവ് മാജിക് വന്നിട്ട് എഴുതിയിട്ടുള്ളൊരു വലിയ ബുക്കാണ്. നമ്മൾ നേരത്തെ കാണിച്ച സെയിം ബ്രാൻഡ് ബുക്കാണ്. സുന്ദരം എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. രണ്ടിനും നല്ലൊരു കളേഴ്സൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ ഇത് റഫാക്കാൻ വെച്ചിട്ടാണ് എടുത്തുള്ളത്. ഇതിന് ഇങ്ങനെയാണ്, ലൈൻ ഇല്ലാത്ത ബുക്കാണ്. ഇവിടെ ഇതാ യു ആർ ദ റൈറ്റർ ഓഫ് യുവർ ഓൺ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പേര് എഴുതി കൊടുക്കണം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടാപ്പാണ് ഗൈസ്. ടാപ്പ് ഇത് ഇന്നലെ നമ്മൾ ബുക്ക് കവർ ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്തതാണ്. അത് തീർന്നു. ഇത്ര ഉണ്ടായ സാധനം ഇത്രയാക്കി. ഞാൻ ഒറ്റക്കല്ല, കൂടി ഇത് രണ്ടും നമ്മൾ ഇത്രയുള്ള സാധനം നമ്മൾ ഇത്രയാക്കി. ഇത് 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. വേണം. നെക്സ്റ്റ് സാധനം വന്നിട്ടൊരു ഫെവി സ്റ്റിക്കാണ്. ഫെവി സ്റ്റിക്ക് എനിക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. ഇടയ്ക്ക് ബുക്ക് പേജൊക്കെ നമുക്കിങ്ങനെ പോകുമ്പോൾ നമുക്കതൊക്കെ സ്റ്റിക്കാക്കി വെക്കാം. പക്ഷേ ഇതല്ല യൂസ് ചെയ്യാറ്. മറ്റേതില്ലേ നമ്മുടെ ഗ്ലൂ ഇല്ലേ, നോർമൽ ഫെവി ഗ്ലൂ, അങ്ങനത്തെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് പക്ഷേ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് അങ്ങനെ സ്റ്റിക്കിനെസ് ഇല്ല. നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് പഠിച്ചത് അതെന്താ. പിന്നെ ക്യാമലിൻ്റെ ഒരു ഫൈൻ ടിപ്പ് പെർമനൻറ്റ് മാർക്കർ ഉണ്ട്. ഇത് എൻ്റെ ബുക്ക് നിങ്ങൾ കണ്ടിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ബുക്കിനായിട്ട് തന്നെ സ്കൂളിൻ്റെ തന്നെ പൊതിയാണ്. അതിൻ്റെ മുകളിൽ ലേബിളൊന്നും ഒട്ടിക്കണ്ട. അതിൻ്റെ മുകളിൽ തന്നെ ലേബിൾ നെയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കൊണ്ടാണിക്കുന്നത്. ഇതിനെ കൊണ്ട് എഴുതിയാൽ അവിടെ നിൽക്കും. പിന്നെ നെക്സ്റ്റ് ഷാർപ്നറാണ്. അപ്സറയുടെ 2 ഷാർപ്നർ, ഒരു ഇറേസ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. പിന്നെ നെക്സ്റ്റ് ഒരു സീസേഴ്സ് ആണ്. ഇതിന് കവറൊക്കെ ഉണ്ടായിരുന്നത് എവിടെ പോയി എനിക്ക് പോലും അറിയില്ല. ചെറിയൊരു സീസേഴ്സ്, റെഡ് കളർ സീസേഴ്സ്. പിന്നെ ഇത് വലിയ പെണ്ണൊക്കെ മായ്ക്കാൻ പറ്റുന്ന ഇറേസറാണ്. മറ്റാണ് ഞാൻ മേടിച്ചത്.
മായ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ കുറേ ഇട്ട് വരക്കണം, അത്രേ ഉള്ളൂ. ഐഡിയൽ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഇങ്ക്സ് എന്നാണ് പറയുന്നത്. ബോൾ ജെൽ ഫൗണ്ടേഷൻ എല്ലാത്തിലും സൂപ്പറാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറയാം, ഈ പെർമനന്റ് മാർക്കറിന് എത്ര പൈസ എന്ന് ഞാൻ പറയാം. പൈസ കാണിക്കുന്നുണ്ട്, നല്ല ഇതാണ്. കുറേ യൂസ് ചെയ്യുന്നത് പക്ഷെ ഉണ്ടാവില്ല. ഇതിന് എത്രയാണ്? ഇതിന് 20 റുപ്പീസാണ് ഇങ്ങനെയുള്ളത്. സോ എക്സ്പെൻസീവ്. ഇത് എൻ്റെ ചേച്ചി തന്നൊരു പെൻസിലാണ്, പെൻ പെൻസിൽ. ഇതിൻ്റെ കൂടെ ഇത് റീസോട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെന്നാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ ഇതേ മെയിൻ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് മേടിച്ചൊരു സാധനമാണ്. ഇതിൽ കുറേ ടൈപ്പ് ഓഫ് ഐസ്ക്രീം ഉണ്ട്. കോൺ ഐസ്ക്രീം ഉണ്ട്, ബാർ ഐസ്ക്രീം ഉണ്ട്, ഫലൂദ പോലത്തെ ഉണ്ട്, ബിസ്ക്കറ്റ് ഐസ്ക്രീം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതിന് ഇത്ര പൈസ ഒന്നും കാണിക്കുന്നില്ല ഗൈസ്, സോറി. ഈ 2 പേഴ്സുണ്ട് ഗൈസ് എനിക്ക്. ആദ്യത്തെ പൗച്ച് ഒരു GG എന്ന് പറഞ്ഞൊരു പൗച്ചാണ്. ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വെച്ചുള്ളത്. പിന്നെ എനിക്ക് 2 പൗച്ച് ഉണ്ട്. ഒന്ന് നല്ല മെറ്റീരിയലാണ്, ഒന്ന് ഈ മെറ്റീരിയലും, ഒന്ന് ഈ മെറ്റീരിയലാണ്. ഇതിൽ യു ആർ സം ബണ്ണി സ്പെഷ്യൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല, GG എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പേര് പോലത്തെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫ്ലെക്സിബിൾ റൂളർ ഉണ്ട്. ഇതൊരു യെല്ലോ കളറാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്, തുഴയും. പിന്നെ ഇതിൽ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വേറെ നല്ല ഫയലാണ്. നമ്മുടെ ഓരോ ടേം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലാണ് വെക്കുക എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ. ഇച്ചിരി തടിയൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ സ്റ്റോറാക്കി വെക്കാൻ പറ്റുകയാണ്. പക്ഷേ ഇത് വെജിറ്റബിൾ സ്റ്റോറാക്കാനല്ല നമ്മൾ മേടിച്ചത്. ഞാൻ ബാഗിൽ ലഞ്ചൊക്കെ കൊണ്ടുപോകും, അപ്പോൾ ഈ കറിയൊക്കെ മറിയാണ്ടിരിക്കാനുള്ള സാധനം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കശ്യപിന്റെ സാധനങ്ങളാണ്. ഫസ്റ്റ് തന്നെ കശ്യപിന് ഒരു വർണ്ണശലഭമായൊരു സൂപ്പർ ബാഗ് ഉണ്ട് ഗൈസ്. ഇത് ഞാൻ സെലക്ട് ചെയ്ത ബാഗാണ്. ഇതിനും നേരത്തെ പോലെ തന്നെ കുറച്ച് ഇങ്ങനെ റെക്ടാങ്കുലർ ഷേപ്പ് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ സിബൊക്കെ സ്റ്റീലാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഷാർപ്നർ ആൻഡ് ഇറേസറാണ് കശ്യപിൻ്റെ. അപ്സറയുടെ ഷാർപ്നറും 2 ഷാർപ്നറും ഒരു ഇറേസറും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ സാധനം. പിന്നെ ഞാൻ നേരത്തെ മേടിച്ച സെയിം സാധനത്തിൻ്റെ കുറച്ച് ലെങ്ത് കുറവും കളർ മാറ്റി വയ്ക്കുക സാധനമാണ് ഇത്. ചെറുതായി അപ്പുറത്തുനിന്ന് ഒരു ബോർഡ്. ഓക്കെ, കളർ മാറ്റും ലെങ്ത് കുറവായിട്ടുള്ള സാധനമാണിത്. പക്ഷെ ഇത് തലവേദനയാണ് കഴിച്ചവൻ. തലവേദന വന്നിട്ടുണ്ട്. പിന്നെ സെയിം സാധനം പ്ലാസ്റ്റിക്കിന്റെ. പിന്നെ കശ്യപിന്റെ ലഞ്ച് ബോക്സ്. ഇത് ചിരി ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇത് ഇങ്ങനെ ഒരു പട്ടിയില്ല, അത് നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഇവിടെ ഉണ്ട് കേട്ടോ, അത് അവിടെ കറി വെക്കാം. അതെ ഗൈസ്, ഇവിടെ കറി വെക്കാം. നല്ല മണമാണ്, പക്ഷേ സൂക്ഷിക്കണം, അടുക്ക് വീണ് പോകും അല്ലേ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിന് എത്ര പൈസ? 449 രൂപയാണ്. മൂടണില്ലേട്ടത്. പിന്നെന്താ 2 പെൻസിൽ. പക്ഷെ പിന്നെ മെയിൻ സാധനം നമ്മളിപ്പോൾ പോപ്പ് സ്റ്റാർ അപ്സറയുടെ ഈ ഒരു പോപ്പ് സ്റ്റാറിൻ്റെ ഇറേസറാണ് വാങ്ങാറ്. ഇതിൻ്റെ കൂടെ ഒരു സാധനം കിട്ടും, നല്ല രസമാണത് കാണാൻ. കട്ടാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഞാൻ കഷ്ടം. ഇവിടെ നല്ല പേസ്റ്റ്, ഇതുവരെ ഇല്ലാത്തൊരു പേസ്റ്റൽ കളർ അല്ല, പേസ്റ്റ് അല്ല, ഏകദേശം അതൊക്കെ പോലത്തെ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു അപ്സറയുടെ ഷാർപ്നറും ഫ്ലൂറസെന്റ്. പിന്നെ നമുക്കിത് പെൻസിൽ, വർണ്ണശലഭമായ പെൻസിൽ, വീണ്ടും വർണ്ണശലഭം. ഇതിനോട് ഒരു ഇറേസർ കിട്ടേണ്ടതാണ്, കാണുന്നില്ല.
മസ്കാൻ എന്ന് പറഞ്ഞൊരു കിറ്റാണ്. എൻ്റെ നേരത്തെ കാണിച്ച ബാഗിൻ്റെ ആ മെറൂൺ കളർ സെയിം കിറ്റ്. പിന്നെ കശ്യപിന്റെ മെയിൻ സാധനം വാക്സ് ക്രയോൺസ് ആണ്. സിന്ധു വാക്സ് ക്രയോൺസ് ഓപ്പൺ ചെയ്യാൻ നിൽക്കാം. ഇതിൽ കൂടെ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോ. അൺബോക്സിംഗ് കൂടി കാണാം. ഡൂഡിൽസ് എന്ന് പറഞ്ഞൊരു കളർ ക്രയോൺസ് ആണ്. വാക്സ് ക്രയോൺസ് കുറച്ചധികം കളേഴ്സ് 13 ഷെയ്ഡ്സ് ഉണ്ട്. സാധാരണ 12 ആണ് കാണാറ്. എനിക്കും ചെറിയ കുട്ടികൾ പ്രത്യേകം അങ്ങനെ നല്ല അപ്പോൾ ഗൈസ് ഇതിൽ ഇനി കശ്യപിനും ഉണ്ട് 2 പൗച്ചുകൾ. ഒന്ന് കശ്യപിന്റെ ഫേവറേറ്റ് നെറൂട്ടോ ക്യാരക്ടറുള്ള കക്കാഷിയുടെ പൗച്ചാണ്. ഗൈസ് ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് കക്കാശിനല്ല ഇഷ്ടം. എനിക്ക് ബൊറൂട്ടോ പിന്നെ നെറൂട്ടോ ഇതല്ല ഇതില്. പിന്നെ ജിറായ നെറൂട്ടോന് കക്കാശി. നെക്സ്റ്റ് കശ്യപ് ഇങ്ങനെ ഒരു ബോക്സ് ആണ്. ഇതിങ്ങനെ ഒഴുക്കി ഇതിനുള്ളൊരു ഗെയിം ഉണ്ട്. ഇത് റോബോട്ടാണ്. ഇതിനുള്ള നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ തുറന്നു നോക്കട്ടെ. ഇതിനുള്ളിൽ ഒരു ഇതുണ്ടോ എന്താ ഇങ്ങനൊരു സാധനം. അതിങ്ങനെ ഇളക്കാൻ കഴിയില്ല. ഇളക്കാൻ കഴിയാനുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് സാധനങ്ങൾ. ക്യൂട്ടായിട്ടുള്ളുണ്ട്. നോർമൽ വലിയൊരു ഇറേസർ. എത്രയാണ് 5ൻ്റെ ഒരു ഇറേസർ. പിന്നെ എന്താ 5ൻ്റെ ഒരു ഷാർപ്നറും ഉണ്ട്. ഇത്രയാ 3ൻ്റെ ഒരു ഇറേസർ. ഇനി നല്ലൊരു സാധനമാണ് വരാൻ പോകുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ സാധനം കാണാൻ. ഇത് എന്താണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് എന്താണ് പിന്നെ ഇത് ഇവിടെ റേസർ ഉണ്ട്. ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ റേസർ. ഇത് തുറന്ന ഇവിടെ റേസറും പിന്നെ മുകളിലത്തെ ഭാഗം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആ റേസറിന്റെ നമ്മുടെ ഡസ്റ്റ് ഉണ്ടാവില്ല. അത് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു 55 രൂപയാണ് ഗൈസ് ഒന്ന്. ഇനി എന്റെ കളർ ചേഞ്ച് ഗ്രീൻ കളർ ഫ്ലെക്സിബിൾ. പിന്നെ എനിക്ക് കൊടയൊക്കെ ഉണ്ട് കേട്ടോ. കശ്യപിന് പിന്നെ ഇവിടെ ഇങ്ങനെ വണ്ടി വന്നിട്ട് അവിടെ പോയിട്ട് ഇറങ്ങലാണ്. സോന് കൊടയും വേണ്ട റെയിൻകോട്ടും വേണ്ട. എനിക്ക് ബസ് കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കണം. സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകാനും ഉണ്ട്. സോ എനിക്ക് കൊടയും വേണം. കൊടയുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രശ്നം ഉണ്ട്. പിന്നെ 2 ബുക്ക് ഉണ്ട്. ഇതിലൊന്നും എൻ്റെ കേട്ടോ. 2 എൻ്റെ ബാഗിൽ എടുത്തിട്ടാണ്. പക്ഷെ ഒന്ന് ഞാൻ കൊടുക്കാനെന്ന് വിചാരിക്കുന്നു. ക്യാമലിന്റെ ബുക്കാട്ടോ. ഇത് എത്രയാണ്? 364 പേജ് ഉണ്ട്. ഇതിന് 50 രൂപയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ. അപ്പൊ ഗൈസ് നമുക്ക് അപ്പം ഇവ കുറച്ചു നേരം കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് സുഖാദ്യം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാവരോടും ബൈ അല്ല ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.